നമസ്കാരം. ഞാൻ ചലഞ്ചേഴ്സ് ക്ലബിൻ്റെ ഒരു കമ്മിറ്റി അംഗമാണ്. ഇപ്പോൾ എൻ്റെ ചാർജ് ഇന്നലത്തെ പരിപാടിയിൽ പഠനോപകരണ വിതരണത്തിൻ്റെ ചാർജായിരുന്നു. അത് വളരെ ഗംഭീരമായ രീതിയിൽ ഞങ്ങൾക്ക് നടത്താൻ പറ്റി. കഴിഞ്ഞ വർഷം വരെ ഞങ്ങൾ തൊട്ടടുത്ത സ്കൂളിൽ CMS സ്കൂളിലെ 25 നിർധനരായ കുട്ടികൾക്കാണ് ഞങ്ങൾ പഠനോപകരണം നൽകിയത്. ഇത്തവണ ഞങ്ങൾ അതിന് മാറ്റം വരുത്തി. നമ്മളെ സഹായിക്കുന്ന ഈ ചലഞ്ചേഴ്സ് ക്ലബ് ഇപ്പോൾ ഉണ്ടാകാൻ തന്നെ കാരണം ഈ നാട്ടിലുള്ള ജനങ്ങളാണ്. അപ്പോൾ അവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഞങ്ങൾ ഇന്നലത്തെ പരിപാടി സംഘടിപ്പിച്ചത്. നിർധനരായ നമ്മുടെ ചുറ്റുപാടുള്ള കുട്ടികൾ, അതായത് ഒന്ന് അമ്മയില്ലാത്തത്, അല്ലെങ്കിൽ അച്ഛനില്ലാത്തത്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർ, രോഗാവസ്ഥയുള്ളവർ, അങ്ങനെയുള്ള 25 കുട്ടികൾക്ക് നമ്മൾ പഠന കിറ്റ് നൽകുകയും അല്ലാതെയുള്ള ബാക്കിയുള്ള എല്ലാ കുട്ടികൾക്കും, അതായത് LP മുതൽ 4 കൗണ്ടറായിട്ടായിരുന്നു നമ്മളിവിടെ തിരിച്ചിരുന്നത്. LP മുതൽ +2 വരെ, ഹയർ സെക്കൻഡറി വരെയുള്ള പിള്ളേർക്ക് നമ്മൾ രജിസ്ട്രേഷൻ നടത്തി ഇവിടെ വെച്ച് പഠനോപകരണം, അതായത് ബുക്കുകളാണ് അവർക്ക് കൊടുത്തത്. പാവപ്പെട്ട കുട്ടികൾക്ക് നമ്മൾ പഠന കിറ്റ്, ബാഗ്, അതിൻ്റെ അകത്ത് ബുക്കുകൾ, പിന്നെ പെൻസില്, പേന, അങ്ങനെയുള്ള 6 ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ കൊടുത്തത്. അത് നല്ല രീതിയിൽ നമുക്ക് നടത്താൻ പറ്റി. നല്ല ആളും ഉണ്ടായിരുന്നു. പിന്നെ നമുക്കിവിടെ ലഹരി വിരുദ്ധ ക്ലാസ്, നമ്മുടെ ഇവിടെ കുട്ടികളെ ഇഷ്ടം പോലെയുള്ള ഒരു ഏരിയയാണ്. ലഹരി വിരുദ്ധ ക്ലാസ് എടുക്കാൻ പറ്റി. അതുപോലെ ലഹരിയെക്കുറിച്ച് ഒരു പ്രതിജ്ഞ നമ്മളിനി അതിനെ, ഇവിടെയുള്ള കുട്ടികളൊന്നും അങ്ങനെ ഇല്ലെന്നാണ്. ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ ഈ ഗ്രൗണ്ടിൽ കളിക്കാൻ വന്നാലും അവരുടെ കൂട്ടത്തിൽ എന്തിനും കൂട്ടത്തിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ലഹരിയുമായിട്ടുള്ള പരിപാടികളിലൊന്നും ഏർപ്പെടില്ല എന്നുള്ള പ്രതിജ്ഞ നമ്മുടെ രക്ഷാധികാരി സുനിസാറിൻ്റെ നേതൃത്വത്തിൽ പ്രതിജ്ഞ എടുക്കുകയുണ്ടായി. അതും നല്ല രീതി. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ലഹരി വിരുദ്ധ ക്ലാസ് ഉണ്ടായിരുന്നു. അതിന് സോണി സാറ്, നമ്മുടെ CHCയിലെ സാറാണ്. സാറ് നമുക്ക് ക്ലാസ് എടുക്കുകയും നല്ല രീതിയിൽ പരിപാടി നടത്തുകയും ചെയ്തിരുന്നു. ഞാൻ ചലഞ്ചേഴ്സ് ക്ലബിൻ്റെ പ്രസിഡൻറ്റ് ഷാജി എന്നാണ് എൻ്റെ പേര്. ഞങ്ങൾ ഈ ചലഞ്ചേഴ്സ് ക്ലബ്ബ് 18 വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്നു. ഇത് 19ാമത്തെ വർഷമാണ്. എല്ലാ വർഷവും നമ്മൾ ഓണപ്പരിപാടി, മറ്റുള്ള കനിവ്, ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ആ പരിപാടിക്ക് എല്ലാവരുടെയും, ഈ നാട്ടിലുള്ള എല്ലാവരുടെയും സഹകരണം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ ഇത്രയും പരിപാടികൾ ഇവിടെ നടത്തുന്നത്. നമ്മൾ ഈ കനിവിൻ്റെ ചികിത്സാ ധനസഹായ പദ്ധതിയാണ് ആദ്യമായി നമ്മൾ തുടങ്ങുന്നത്. ഏകദേശം നമ്മൾ 7 പേരിൽ തുടങ്ങി. ആദ്യം ഇത് 7 പേരിലാണ് ഈ പ്രവർത്തനം നമ്മൾ ആരംഭിക്കുന്നത്. ആ പ്രവർത്തനം ഇപ്പം 45 പേരിൽ എത്തി നിൽക്കുകയാണ്. നമുക്കിപ്പം 45 പേര് ഡെയിലി 1000 രൂപ, അല്ല എല്ലാ മാസവും 1000 രൂപ വെച്ച് നമുക്ക് തന്നിട്ടിരിക്കുകയാണ്. ഇപ്പം 4500 രൂപ നമുക്ക് എല്ലാ മാസവും നമുക്ക് വരുമാനമുണ്ട്. നമ്മൾ ഒരു മാസം ഇപ്പം 4000 രൂപ വെച്ചാണ് ഒരേ ചികിത്സാ ധനസഹായത്തിന് പൈസ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു വർഷം നമ്മൾ കുറഞ്ഞത് 15 ചെക്ക് വരെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. വിഷുവിന് വയോജനങ്ങൾക്ക് വിഷു കൈനീട്ടം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പഠന കിറ്റ്, ഇന്നലെ നമ്മുടെ പഠന കിറ്റ് വിതരണമായിരുന്നു, അതിൻ്റെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ മരുന്ന് കഞ്ഞി, നമ്മുടെ ക്ലബിൻ്റെ ഏറ്റവും വലിയ വയോജനങ്ങൾക്ക് ഏറ്റവും അച്ഛനമ്മമാർ കൂടി കാണുന്നതിനും അച്ഛനമ്മമാരിരുന്ന് 1-2 മണിക്കൂർ ഇവിടെ നിന്ന് നമ്മളുമായിട്ട് സഹകരിക്കുന്നതിനും കഴിഞ്ഞ വർഷം ഒരു 7 ദിവസമായിരുന്നു. ഇത്തവണ നമുക്കതൊരു 10 ദിവസം ചെയ്യണമെന്നാണ് നമുക്ക് താല്പര്യം. സ്ഥലം മേടിക്കുന്നതിന് നമുക്ക് ഒത്തിരി പേരുടെ സഹായമുണ്ട്. നല്ലവരായ ഒത്തിരി ഇന്നലെ തന്നെ ഉദ്ഘാടനം ചെയ്ത ജോസി ജേക്കബ് സാറ്, ഇങ്ങനെയുള്ള നിരവധി ഷിബുലാൽ സാറ്, അനിൽ സാറ്, ഫയർവേൾഡ് MD, ഇങ്ങനെയുള്ള ഒത്തിരി സഹായം കൊണ്ടാണ് നമുക്ക് ഈ സ്ഥലം മേടിക്കാനായിട്ട് ഈ 10.5 സെൻറ്റ് സ്ഥലം നമ്മൾ സ്വന്തമാക്കിയത്. ഇവിടെ ഇപ്പം പിള്ളേരെ കളിക്കാനും മറ്റുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടായത് ഇവരുടെ എല്ലാം, ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും നല്ല പിന്തുണ ഈ ക്ലബിനുള്ളത് കൊണ്ടാണ്.